അത് അവരുടെ വിഭ്രാന്തി, തോറ്റതു, അത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, അത് മറയ്ക്കാനായിട്ട് പല വിവാദങ്ങൾ അവർ ഉയർത്തി അത് ഡൈവേർട്ട് ചെയ്യാൻ നോക്കുകയാണ്. വിജയം തന്നെയാണ്. അത് തൃശ്ശൂർ ജനങ്ങൾ അത് തീരുമാനിച്ചതിൻ്റെ റിസൾട്ട് വന്ന് വിജയിച്ചു. BJP വളരെയധികം മുന്നിൽ തന്നെയാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ടിലൂടെ തന്നെയാണ് അത് BJP മുന്നോട്ട് വന്നത്. മുനിസിപ്പൽ ഇലക്ഷൻ, ഈ കോർപ്പറേഷൻ ഇലക്ഷനിൽ അതെല്ലാം റിഫ്ലക്ട് ചെയ്യുന്ന തന്നെയാണ് വിചാരിക്കുന്നത്. നമസ്കാരം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സംസാര വിഷയങ്ങളാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പല ആളുകളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയാണ്. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 21% വരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട്, അത് മണിപ്പൂർ പോലെയുള്ള വലിയ ഒരു വിഷയം നമ്മുടെ രാജ്യത്ത് കത്തി നിൽക്കുന്ന സമയത്ത് നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ പോലും ഒരു തരത്തിലും ബാധിക്കാതെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അതിലെ വലിയ ഒരു വോട്ട് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ നേടിയെടുക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനമായിട്ട് ഇവിടെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന BJPയുടെ മുതിർന്ന കാര്യകർത്താക്കളുടെയും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ മോർച്ചയുടെയും പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ കഴിവാണെന്നുള്ളതിൽ യാതൊരുവിധ തർക്കമില്ല. ഈ സമയത്ത് തൃശ്ശൂരിലെ സുപ്രധാനമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പള്ളിയുടെ മുന്നിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പുത്തൻ പള്ളിയുടെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഫെബിൻ K. ഫ്രാൻസിസ് നമ്മോടൊപ്പം ചേരുകയാണ്. ഫെബിൻ ഭായി, നമസ്കാരം. നമസ്കാരം. എത്രത്തോളം ഉണ്ട് ഈ ഒരു ഇലക്ഷന് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വിജയിക്കാൻ സാധിച്ചത് ന്യൂനപക്ഷ മോർച്ചയുടെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ്, തർക്കമില്ല. ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട് ഇതുവഴി BJPയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലേ? അതെ, തീർച്ചയായും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുള്ള ബേസ് ലെവൽ വർക്കുകൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും വലതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും മണിപ്പൂർ പോലത്തെ പല വിഷയങ്ങൾ ഉന്നയിച്ചപ്പോഴും അത് വളരെ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക്, അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് നമ്മൾ നല്ല രീതിയിൽ അവർക്ക് അത് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് നല്ല രീതിയിൽ സാധിച്ചു. അപ്പോൾ ആ സംഭവം കൊണ്ടും ഉയർത്തിക്കാട്ടി പലരും വോട്ട് ചോദിച്ചുകൊണ്ടിരുന്നു. വോട്ട് BJPയെ തോൽപ്പിക്കാനായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും വില പോയില്ല. തൃശ്ശൂർ ജില്ലയിലെ ക്രിസ്ത്യൻ വിഭാഗം അതിനെ നല്ല രീതിയിലാണ് കണ്ടെത്തിയതും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതും. ഇപ്പോൾ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് മണിപ്പൂർ പറയുന്നുണ്ടെങ്കിലും, മണിപ്പൂർ ആദ്യഘട്ടത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞെങ്കിലും രണ്ടാമത്തെ ഘട്ടമായപ്പോൾ ഈ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ, പ്രത്യേകിച്ച് ലൂർദ് മാതാവിന് കൊടുത്ത സ്വർണ്ണക്കിരീടം അത് ചെമ്പാണെന്നുള്ള രീതിയിൽ ഒരു വ്യാപകമായിട്ടുള്ള പ്രചരണം ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും കോൺഗ്രസും നടത്തിയിരുന്നു. ഇതിനെ ന്യൂനപക്ഷ മോർച്ച ചെയ്ത തരത്തിലാണ് ആ സമയത്ത് പ്രതിരോധിച്ചത്. അല്ല, ഇതിൽ ഞങ്ങൾ ഇങ്ങനൊരു വിവാദ വിഷയം വന്നപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചില്ല. കാരണം പ്രതികരിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു അനാവശ്യമായ ഒരു പ്രസ്താവനയാണ് അവർ ഇറക്കി വിട്ടത്. അനാവശ്യമായിട്ട് വിവാദമാണ് അവർ അഴിച്ചുവിട്ടത്. അതിന് പ്രത്യേകിച്ച് പ്രതികരിക്കേണ്ട കാര്യമില്ല. അത് ജനങ്ങൾക്ക് വളരെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു ദേവാലയത്തിൽ അല്ലെങ്കിൽ ഒരു ദേവാലയത്തിലോ ഒരു അമ്പലങ്ങളിൽ ഒരു വിശ്വാസി എന്ത് കൊടുക്കണമെന്ന വിശ്വാസിയാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഇവിടുത്തെ ഇടതും വലതും അല്ല തീരുമാനിക്കേണ്ടത്. അപ്പം അത് എന്താണ് നമുക്ക് അവരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യം നമുക്കൊന്നും തോന്നിയില്ല. അത് ജനങ്ങൾ മനസ്സിലാക്കി. അതിനുള്ള ഉത്തരമാണ് ഈ ഇലക്ഷനിലൂടെ സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ മനസ്സിലാക്കിയതും കിട്ടിയതും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ, ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ, അദ്ദേഹത്തിനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ചിത്രം നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ രൂപവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം, ഒരു ആക്ഷേപിച്ചുകൊണ്ട് തൃശ്ശൂരിലെ ക്രിസ്ത്യൻ സമൂഹത്തെ ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ എന്താണ് ഈ സമയത്ത് നിങ്ങൾക്ക് പറയുന്നത്? എന്താണ് ഇങ്ങനെ ഒരു പ്രതികരണങ്ങൾക്ക് വരാനുള്ള കാരണം? അത് അവരുടെ വിഭ്രാന്തി, തോറ്റതു, അത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, അത് മറയ്ക്കാനായിട്ട് പല വിവാദങ്ങൾ അവർ ഉയർത്തി അത് ഡൈവേർട്ട് ചെയ്യാൻ നോക്കുകയാണ്. വിജയം തന്നെയാണ്. അത് തൃശ്ശൂർ ജനങ്ങൾ അത് തീരുമാനിച്ചതിൻ്റെ റിസൾട്ട് വന്ന് വിജയിച്ചു. അതിൽ വിവാദം എന്നുള്ളത് ഈ LDFിൻ്റെയും UDFിൻ്റെയും ഭാഗമാണ്. അവർ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും, പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടേയിരിക്കും. അതൊന്നും ജനങ്ങളുടെ ഇടയിൽ വിലപ്പോയില്ല. ഇപ്പോൾ വരാനിരിക്കുന്ന കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. 55 സീറ്റുകളോ എന്തോ ആണ് ഈ തൃശ്ശൂർ കോർപ്പറേഷനുള്ളത്. അതിൽ BJPക്കുള്ളത് 7 സീറ്റാണ്. ഇപ്പോൾ പല ബൂത്തുകളിലും ക്രിസ്ത്യൻ സമൂഹത്തിന് ഭൂരിപക്ഷമുള്ള, സ്വാധീനമുള്ള, ഇവിടെയെല്ലാം BJPക്ക് മുന്നിലെത്താൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതൊക്കെ എത്രത്തോളം ശരിയാണ്? അത് ശരി തന്നെയാണ്. BJP വളരെയധികം മുന്നിൽ തന്നെയാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ടിലൂടെ തന്നെയാണ് അത് BJP മുന്നോട്ട് വന്നത്.
മുനിസിപ്പൽ ഇലക്ഷൻ, ഈ കോർപ്പറേഷൻ ഇലക്ഷനിൽ അതെല്ലാം റിഫ്ലക്ട് ചെയ്യുന്ന തന്നെയാണ് വിചാരിക്കുന്നത്. ഇത് ഇപ്പോൾ കോർപ്പറേഷൻ BJPക്ക് ഭരിക്കാനുള്ള ഒരു സാഹചര്യത്തിലെ കാര്യങ്ങൾ എത്തുമോ? അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ ക്രിസ്ത്യൻ സമൂഹം സാധാരണ തൃശ്ശൂരിലെ കോൺഗ്രസിനെ സ്വാധീനിക്കുന്ന തരത്തിലേക്കുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാറുള്ള രീതിയിലേക്ക് മാറുമോ? അങ്ങനെയല്ല, ഈ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ജനങ്ങൾ BJPയെ കാണുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അത് തന്നെയായിരിക്കും കോർപ്പറേഷൻ ഇലക്ഷനിലും സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് അനുകൂലമാകും തന്നെ പ്രതീക്ഷിച്ചു. തീർച്ചയായും അങ്ങനെ തന്നെ വരാൻ സാധ്യത. ഇപ്പോൾ ഇവിടുത്തെ കത്തോലിക്ക സഭയുടെയൊക്കെ മുതിർന്ന പുരോഹിതന്മാർ, ഇവരുടെയൊക്കെ ഈ അഭിപ്രായങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ്? ഇവിടെ ഈ മതമേലധ്യക്ഷന്മാരൊക്കെ കാണാൻ സുരേഷ് ഗോപി വരുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, അങ്ങനെയൊന്നും പറയില്ല. ആള് കുറെ വർഷങ്ങളായിട്ട് ഈ സഭകളിലും നിരവധി പുരോഹിതന്മാരും അമ്പലങ്ങളിലും എല്ലാം ആളുടെ വിശ്വാസം അനുസരിച്ച് എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരാറുണ്ട്. അതിന്റെ ഭാഗമായി ഇവിടെയും എത്തിച്ചേരുന്നു വിചാരിക്കും. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ ചേട്ടാ, ഇപ്പോൾ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വലിയൊരു പിന്തുണ BJPക്ക് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുകയാണ് എന്നുള്ളൊരു ചിത്രമാണ് വിജയത്തിലൂടെ മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും LDF ആണെങ്കിലും അല്ലെങ്കിൽ CPM ആണെങ്കിലും ഇതിനെ വരാനിരിക്കുന്ന സമയങ്ങളിൽ എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക? BJPയിലേക്കുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒഴുക്കിനെതിരെ കോൺഗ്രസും CPM-ഉം എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതിനെ കുറിച്ച് പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല. അവരവരുടെ യുക്തം പോലെ ചെയ്യട്ടെ. BJPയെ സംബന്ധിച്ചിടത്തോളം BJP എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുക തന്നെ ചെയ്യും. അപ്പോൾ അതിലൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന്റെ കാലഘട്ടമാണ്. അത് പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ സാധിക്കുമോ ഈ BJPയെ സംബന്ധിച്ച്? ഇപ്പോൾ കഴിഞ്ഞൊരു 2 വർഷത്തിനിടയിൽ ദേശീയ തലത്തിൽ ഉത്തരേന്ത്യയിലേക്ക് നിരവധി ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ ആളുകളാണ് BJP എന്നുള്ള രീതിയിൽ പ്രചരണം ഇവർ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ തൃശ്ശൂരിലെ ക്രിസ്ത്യൻ സമൂഹം എങ്ങനെയാണ് തള്ളിക്കളഞ്ഞത്? അത് കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് അർഹിക്കുന്ന ഗൗരവത്തോട് കൂടിയിട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചിലപ്പോൾ ചില അപകടങ്ങളായിട്ടുണ്ടായിട്ടുണ്ടാകാം. അതിൻ്റെ അപ്പുറത്തേക്ക് സംഘടിതമായിട്ടും പ്ലാൻഡായിട്ടും അങ്ങനെ ഒരു ഓപ്പറേഷൻ നടന്നിട്ടില്ല, അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹം അത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച് വിടാനായിട്ട് തയ്യാറായത്. ഇപ്പോൾ ഈ ക്രിസ്ത്യൻ സമൂഹത്തെ കൂടുതലും BJPയിലേക്ക് ഒന്നുകൂടി അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ നമ്മുടെ നിലവിൽ 2ാമത്തെ സഹമന്ത്രി എന്നുള്ള നിലയിലേക്ക് കേരളത്തിൽ നിന്ന് ജോർജ് കുര്യനെ തെരഞ്ഞെടുത്തത്? അല്ല, എല്ലാ സമൂഹത്തെയും കേരളത്തിൽ BJPയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ജോർജ് കുര്യൻ ന്യൂനപക്ഷ കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിരുന്നു. കാലങ്ങളായിട്ട് BJPയുടെ അടിസ്ഥാന പ്രവർത്തനം മുതൽ അങ്ങേയറ്റം വരെയുള്ള അഖിലേന്ത്യാ തലത്തിൽ വരെയുള്ള വിവിധ ചുമതലകൾ വഹിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തകനാണ്. ആ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു അംഗീകാരവും അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭയ്ക്ക് കേരളത്തിൽ വരുന്ന വലിയ ഒരു വിഭാഗം തന്നെയുണ്ട്. ആ ഒരു സഭയ്ക്ക് കൂടിയുള്ള ഒരു അംഗീകാരം കേന്ദ്ര ഗവൺമെൻറ് അതിനെയും കൂടി പരിഗണിക്കുന്നു എന്നുള്ളത് കൂടി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ജനുവരി മാസം 2 വട്ടമാണ് തൃശ്ശൂരിൽ സന്ദർശനം നടത്തിയത്. ഇതെല്ലാം ഈ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിലടക്കം വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ സുരേഷ് ഗോപിയുടെ അദ്ദേഹമായിട്ടുള്ള ബന്ധം, പിന്നെ കൂടാതെ സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ വോട്ടിലേക്കുള്ളൊരു വലിയ ഒരു മുന്നോട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി. അല്ല, അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. ഒരു കാര്യം വ്യക്തമാണ്, ക്രിസ്ത്യൻ സമൂഹം കൃത്യമായി നരേന്ദ്രമോദിയിൽ വിശ്വാസം അർപ്പിച്ചു എന്നതിൻ്റെ തെളിവാണ്. ആ തരത്തിലാണ് നരേന്ദ്രമോദി വന്ന സമയത്തും ഈ തൃശ്ശൂരിലെ പൗരാവലിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഭാരതീയ ജനതാ പാർട്ടി മാത്രമായിട്ടുള്ളൊരു സ്വീകരണമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിലെ ആ പരിപാടി നിങ്ങളും കണ്ടിട്ടുണ്ടാകാം. നിങ്ങൾക്ക് അത് കൃത്യമായി ബോധ്യപ്പെടും. ഇത് സമൂഹത്തിലെ എല്ലാ തലത്തിലുള്ള ആളുകളും അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് തൃശ്ശൂർ പട്ടണത്തിൽ എത്തി എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ്. അതൊരു ജനപിന്തുണയുടെ ഭാഗമാണ്. അതേപോലെ തന്നെ മോദിയിലേക്കുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു സാന്നിധ്യം, ഒരു വിശ്വാസമാണ്. ഇതെല്ലാമാണ് BJPക്കും സുരേഷ് ഗോപിക്കും തൃശ്ശൂർ അനുകൂലമായത്. തീർച്ചയായിട്ടും വളരെ നന്ദി ചേട്ടാ ഈ ഒരു സമയത്ത് നമ്മോട് പ്രതികരിച്ചു. തൃശ്ശൂരിലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വലിയ ഒരു ഒഴുക്ക് BJPയിലേക്ക് ഉണ്ടായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ BJPയുടെ വിജയത്തിൽ നിർണായകമായത് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വോട്ടുമാണെന്നതിൽ തർക്കമില്ല. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം BJP മാറ്റിയെടുക്കുകയാണ്. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ വരുന്ന
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആണെങ്കിലും 2026 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും വലിയ തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക് BJPയുടെ വോട്ട് ഷെയർ പോലും മാറിയിരിക്കുകയാണ്. കൂടാതെ ക്രിസ്ത്യൻ സമൂഹത്തെ ഒന്നുകൂടി അടുപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സുരേഷ് ഗോപിക്കൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു സഹമന്ത്രിയായിട്ട് ജോർജ് കുര്യനെ പോലും തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ഒരു നീണ്ട കാഴ്ചപ്പാടോടുകൂടി, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി കേരളത്തിലെ BJP നേതൃത്വത്തെ, അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ദേശീയ നേതൃത്വം തയ്യാറായിരിക്കുകയാണ്. തൃശ്ശൂരിൽ പുത്തമ്പള്ളിക്ക് മുന്നിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.